കൊലപാതകങ്ങൾ, ലഹരിയുടെ നീരാളിപ്പിടുത്തം, രാജ്യത്തിനകത്തും പുറത്തും നടന്ന ക്രൂരകൃത്യങ്ങൾ വിശദമായി പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ക്രൈം വാച്ചിലേക്ക്. എറണാകുളം പച്ചാളത്ത് യുവാവിനെ ഫ്രൈയിങ് പാൻ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ വില്ലൻ ലഹരി തന്നെ. പച്ചാളം സ്വദേശി ആൽജൂഡാണ് മദ്യലഹരിയിൽ സുഹൃത്തിന്റെ അടിയേറ്റ് മരിച്ചത്. പച്ചാളം സ്വദേശി സിനോഷിനാണ് ഉറ്റ സുഹൃത്തിനെ കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് പച്ചാളത്തെ ഒഴിഞ്ഞ വീട്ടിൽ നിന്നും അൽജൂഡ് എന്ന ചെറുപ്പക്കാരൻ്റെ മൃതശരീരം പോലീസ് കണ്ടെത്തുന്നത്. പ്രദേശത്തുള്ള പരിസരവാസികൾ തന്നെയാണ് ഈ വീട്ടിൽ അൽജൂഡ് എന്ന ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ട വിവരം പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്നത്. പ്രദേശത്ത് ഉണ്ടായിരുന്ന ആളുകൾ രാവിലെ ഈ വീട്ടിലെത്തിയപ്പോഴാണ് ഇയാൾ വീട്ടിൽ കൊല ചെയ്യപ്പെട്ട രീതിയിൽ കിടക്കുന്ന സാഹചര്യം ശ്രദ്ധയിൽപ്പെടുകയും പിന്നീട് പോലീസിലേക്കും വിവരം കൈമാറുന്നത്. ഇത് സംബന്ധിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: പച്ചാളത്തെ വീട്ടിൽ തലേ ദിവസം, അതായത് ഞായറാഴ്ച ദിവസം 3 സുഹൃത്തുക്കൾ കൂടിയിരുന്ന് മദ്യപിക്കുകയാണ്. അതായത് ഈ അൽജൂഡും മറ്റൊരു സുഹൃത്തായ സിനോഷും മറ്റൊരു സുഹൃത്തു കൂടി മദ്യപിക്കുകയാണ്. ഈ മദ്യപാനത്തിനിടയിൽ ഇവർക്കിടയിൽ ഒരു തർക്കമുണ്ടാകുന്നു. ഈ തർക്കത്തിനെ തുടർന്ന് സിനോഷ് എന്ന ചെറുപ്പക്കാരൻ ഈ അൽജൂഡിനെ അതിക്രൂരമായി തന്നെ കൊലപ്പെടുത്തുകയാണ്. ഈ കൊലപാതകത്തിന് ഉപയോഗിച്ചത് അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഭക്ഷണം പാചകം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഫ്രൈയിങ് പാൻ ഉപയോഗിച്ചാണ് അൽജൂഡ് എന്ന യുവാവിനെ തൻ്റെ സുഹൃത്ത് കൂടിയായ സിനോഷ് കൊല ചെയ്യപ്പെടുന്നത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സിനോഷ് രക്തം വാർന്ന് കൊല ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അടുത്ത ദിവസമാണ് സ്ഥലത്തെത്തുന്നതും മറ്റ് ഇൻക്വസ്റ്റ് നടപടികളും മറ്റുമൊക്കെ പൂർത്തിയായി ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്കും എല്ലാം ശേഷം ഈ മൃതശരീരം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യുന്നുണ്ട്. സമീപകാലത്ത് കൊച്ചിയിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമെല്ലാം ഇത്തരത്തിലുള്ള ക്രൈമുകൾ ഒരുപാട് വർദ്ധിച്ചു വരികയാണ്. പ്രധാനമായും ലഹരി വസ്തുക്കളുടെ ഉപയോഗം, പ്രത്യേകിച്ച് MDMA പോലെയുള്ള രാസലഹരി വസ്തുക്കളുടെയും കഞ്ചാവ് പോലെയുള്ള മദ്യം പോലെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അതുമൂലമുണ്ടാകുന്ന കുറ്റകൃത്യങ്ങളും സമീപകാലത്ത് വല്ലാതെ വർദ്ധിച്ചു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എക്സൈസും പോലീസും എല്ലാം ശനിയാഴ്ചകൾ ഉൾപ്പെടെ സ്പെഷ്യൽ ഡ്രൈവുകളും കൊച്ചി നഗരത്തിലും അതോടൊപ്പം തന്നെ ജില്ലയുടെ മറ്റ് പരിസര പ്രദേശങ്ങളിലുമൊക്കെ നടത്തി വരികയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് പച്ചാളത്ത് നിന്ന് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി പുറം ലോകത്തേക്ക് വരുന്നത്. ആ ഞെട്ടിക്കുന്ന വാർത്ത പ്രകാരം ഈ ചെറുപ്പക്കാരൻ, അതായത് അൽജൂഡ് എന്ന ചെറുപ്പക്കാരൻ, അവർ തമ്മിൽ വലിയ തർക്കങ്ങളൊന്നും നേരത്തെ ഇല്ലായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇരുവർക്കിടയിലും ഇല്ലായിരുന്നു. പെട്ടെന്ന് മദ്യപാനത്തിനിടയിലുണ്ടായ ചെറിയൊരു തർക്കം ഒന്നും മാത്രമാണ് ഈ ചെറുപ്പക്കാരൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന നിലയിലേക്ക് മാറിയത്. ഇവരെല്ലാം ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. സാധാരണ നിലയിൽ മിക്ക ദിവസങ്ങളിലും ഇവർ ഒരുമിച്ചിരുന്ന് മദ്യപിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസത്തിൽ തന്നെയാണ്, ഒരു അവധി ദിവസമായ ഞായറാഴ്ച വൈകുന്നേരം രാത്രിയിൽ ഇവർ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നു. അതിനിടയിലുണ്ടായ വളരെ ചെറിയൊരു അസ്വാരസ്യം മാത്രമാണ് ഒരാളുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന നിലയിലേക്ക് മാറിയത്. സമീപകാലത്ത് കൊച്ചിയിൽ ഇത്തരത്തിലുള്ള മറ്റ് ചില കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കേസുകളെല്ലാം തന്നെ പലരുടെയും ജീവനെടുക്കുന്നതിന് അല്ലെങ്കിൽ കൊടിയ രീതിയിലുള്ള പരിക്കുകൾ വരുന്നതിനെല്ലാം കാരണമായത് വിനയായി തീർന്നത് പലപ്പോഴും ലഹരി വസ്തുക്കളുടെ ഉപയോഗം തന്നെയാണ്. വലിയ തോതിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതും അതിനിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളും ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഇതെല്ലാം മനുഷ്യജീവനെ പോലും കവർന്നെടുക്കുന്ന നിലയിലേക്ക് സമീപകാലത്ത് ഒട്ടേറെ സംഭവങ്ങൾ മാറുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എക്സൈസും പോലീസും എല്ലാം അവരുടെ ഭാഗത്തുനിന്നുള്ള അന്വേഷണങ്ങളും പരിശോധനകളുമൊക്കെ ശക്തമാക്കുമ്പോഴും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നത് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക സമൂഹത്തിൽ പടർത്തുന്നുണ്ട്. ഈ പച്ചാളത്തെ സംഭവം അതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഞായറാഴ്ച ഉണ്ടായ ഈ മരണം, അതായത് ഞായറാഴ്ച ദിവസം രാത്രിയിലാണ് ഈ കൊലപാതകം നടന്നതെന്നാണ് പോലീസിൻ്റെ അനുമാനം. നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് റിമാൻഡിലുള്ള സിനോഷും ഇത് സംബന്ധിച്ച് പോലീസിനോട് വിശദീകരിക്കുന്നതും ഞായറാഴ്ച ദിവസം രാത്രിയിലാണ് ഈ കൊല നടന്നത് എന്നതാണ്. പക്ഷേ കൊലയ്ക്ക് ശേഷം സിനോഷ് അവിടെ നിന്നും പോകുന്നു. പിന്നീട് പോലീസ് അവിടെ ഉണ്ടായിരുന്ന മൂന്നാമത്തെ സുഹൃത്തിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ്, അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ നിന്നാണ് ഈ അൽജൂഡിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സിനോഷിനുള്ള പങ്ക് സംബന്ധിച്ച വിവരം പോലീസിന് ലഭിക്കുന്നത്. ഇതിനെ തുടർന്ന് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നു, മറ്റ് തെളിവുകൾ ശേഖരിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സിനോഷിലേക്ക് അന്വേഷണം എത്തുന്നതും സിനോഷിനെ അറസ്റ്റ് ചെയ്യുന്ന നിലയിലേക്കും കാര്യങ്ങൾ മാറുന്നത്. നിലവിലേതായാലും സിനോഷ് പോലീസിൻ്റെ പക്കൽ നിലവിൽ റിമാൻഡിലാണുള്ളത്. കേസിൽ തെളിവെടുപ്പും മറ്റു കാര്യങ്ങളുമെല്ലാം വരും ദിവസങ്ങളിൽ പുരോഗമിക്കും. ഭക്ഷണം വിളമ്പുന്നതിനെ ചൊല്ലിയുള്ള തർക്കം കലാശിച്ചത് കൊലപാതകത്തിൽ. പാലക്കാടാണ് സംഭവം.
പെട്ടെന്നുണ്ടായ പ്രകോപനത്തെ തുടർന്നാണ് മദ്യലഹരിയിലായിരുന്ന അനന്തരവൻ അമ്മാവനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. പാലക്കാട് വടക്കരപ്പതിയിലാണ് ഭക്ഷണം വിളമ്പുന്നത് സംബന്ധിച്ച് തർക്കമുണ്ടാവുകയും ഇത് കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്തത്. ഈ മാസം 18-ന് രാത്രി 8 മണിയോടെയാണ് സംഭവം. ഒഴലപ്പതി കുപ്പാണ്ട കൗണ്ടുന്നൂറിൽ 45-കാരൻ ഷെന്തിൽകുമാറാണ് അനന്തരവന്റെ അടിയേറ്റ് കൊല്ലപ്പെട്ടത്. അവിവാഹിതനായ ഷെന്തിൽകുമാർ സഹോദരി ശാന്തിയുടെ കുടുംബത്തോടൊപ്പമായിരുന്നു താമസം. ഷെന്തിൽകുമാറും ശാന്തിയുടെ മകൻ പ്രഭാകരനും ഒരുമിച്ച് മദ്യപിച്ച ശേഷം ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നതിനിടെയാണ് തമ്മിൽ തർക്കമായത്. ഇരുവരും ഒരുമിച്ച് കോഴിയിറച്ചി വാങ്ങി കഴിച്ചിരുന്നു. എന്നാൽ വൈകിട്ട് തനിക്ക് മാറ്റിവെക്കാതെ മുഴുവനും ഷെന്തിൽകുമാർ കഴിച്ചതാണ് പ്രഭാകരനെ ചൊടിപ്പിച്ചത്. ഇതേ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ കുഴൽക്കിണർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കട്ടികൂടിയ PVC പൈപ്പ് ഉപയോഗിച്ച് പ്രഭാകരൻ പലതവണ ഷെന്തിൽകുമാറിനെ തലക്കടിക്കുകയായിരുന്നു. പൈപ്പിനുള്ളിൽ ഉണ്ടായിരുന്ന ഇരുമ്പുദണ്ട് കൊണ്ട് ഷെന്തിൽകുമാറിന്റെ തലയിൽ ആഴത്തിൽ മുറിവേറ്റു. ചോര വാർന്ന നിലയിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇയാളുടെ ജീവൻ രക്ഷിക്കാനായില്ല. ആക്രമണത്തിന് ശേഷം പ്രതി പ്രഭാകരൻ ഇരുചക്ര വാഹനത്തിൽ കടന്നുകളഞ്ഞു. ഒളിവിൽ പോയ അനന്തരവൻ പ്രഭാകരനെ പിന്നാലെ കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നുമാണ് കൊഴിഞ്ഞാമ്പാറ പോലീസ് പിടികൂടിയത്. സി മലയാളം ന്യൂസ്, പാലക്കാട്. ഇടുക്കി ഇരട്ടയാറിൽ മദ്യപാനത്തിനിടെ സുഹൃത്തിനെ കൊലപ്പെടുത്തി. ഇരട്ടയാർ വയലുങ്കൽ സ്വദേശി രാഹുൽ സണ്ണിയാണ് മരിച്ചത്. സുഹൃത്ത് സജയനെ കട്ടപ്പന പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശനിയാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. സുഹൃത്തുക്കളായ രാഹുൽ സണ്ണിയും സജയനും ഇരട്ടയാർ പഴയ പഞ്ചായത്ത് ഓഫീസിന് മുൻപിലെ കെട്ടിടത്തിന് സമീപമിരുന്ന് മദ്യപിച്ചു. ഇവിടെ വെച്ചുണ്ടായ വാക്കുതർക്കം സംഘർഷമായി. രാഹുലിനെ സജയൻ റോഡിലൂടെ വലിച്ചിഴിച്ച് ക്രൂരമായി മർദ്ദിച്ചു. ബഹളം കേട്ടെത്തിയ നാട്ടുകാർ ഉടൻ കട്ടപ്പന പോലീസിൽ വിവരമറിയിച്ചു. അബോധാവസ്ഥയിൽ റോഡിൽ കിടന്നിരുന്ന രാഹുലിനെ പോലീസ് കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ചെറുപ്പക്കാർ തങ്ങളിൽ വഴക്കുണ്ടാക്കി ഒരാളെ ദാരുണമായി കൊലപ്പെടുത്തുകയാണുണ്ടായത്. ഇതിൻ്റെ എല്ലാം പിന്നിലെന്ന് പറയുന്നത് മദ്യവും മയക്കുമരുന്നാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയുന്നത്. കാരണം ഈ പരിസരം ഞാൻ എൻ്റെ ഈ നിർമ്മല ഹാരിങ് സെൻ്ററാണ് എൻ്റെ കട. അതോടൊപ്പം ഞാൻ പഞ്ചായത്ത് മെമ്പറും കൂടെയാണ്. ഞാൻ എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് 8:00 കട അടച്ചിട്ട് പോകും. ഇന്നലെയും 8 സമയത്ത് കട അടച്ചു. ആ സമയത്തൊന്നും ആരെയും കണ്ടില്ല. ഞാൻ പോകുന്നതിന് ശേഷമാണ് ഇവിടെ മദ്യവും മയക്കുമരുന്നും എല്ലാം നടക്കുന്നത്. ഇത് വലിയ ദാരുണമായ ഒരു സംഭവമാണ്. ഇതിൻ്റെ പിന്നിലെന്ന് പറയുന്നത് മദ്യവും മയക്കുമരുന്നുമാണ്. ഇതേയുള്ള സമരത്തിലാണ് വളരെ ദാരുണമായി മരിച്ചയാളിൻ്റെയും കുടുംബം അനാഥമായി, അതുപോലെ തന്നെ കൊന്നയാളിൻ്റെയും കുടുംബം അനാഥമാകും. 2 കുടുംബം അനാഥമാകുന്ന ഒരു പ്രവണതയാണ്, ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ നിലനിൽക്കുന്നത്. വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. മദ്യലഹരിയിൽ സംഭവിച്ച കയ്യബദ്ധമെന്നാണ് പ്രതി സഞ്ജയൻ പോലീസിന് നൽകിയ മൊഴി. വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷം പ്രതിയുമായി പോലീസ് സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. ഫോറൻസിക് സംഘവും സംഭവസ്ഥലം പരിശോധിച്ചു. സി മലയാളം ന്യൂസ്, ഇടുക്കി. ക്രൈം വാച്ചിൽ ഇനി തിരുവനന്തപുരം കിളിമാനൂരിലെ ഒരു പീഡന വാർത്തയിലേക്കാണ്. 15-കാരിയെ മാസങ്ങളോളം ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ അമ്മയുടെ സുഹൃത്ത് പിടിയിലായി. കിളിമാനൂർ കാരേറ്റ് സ്വദേശി 52 വയസ്സുള്ള ബിജുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പീഡനത്തിന് ഒത്താശ ചെയ്ത പെൺകുട്ടിയുടെ അമ്മയെ 2ാം പ്രതിയാക്കിയും പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ഡിസംബർ മുതൽ 2026 മാർച്ച് വരെ പല ദിവസങ്ങളിൽ പ്രതി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അകന്നു കഴിയുകയാണ്. അമ്മ 2 പെൺകുട്ടികളുമായി വാടക വീട്ടിലാണ് താമസം. പ്രതിയായ ബിജുവിന്റെ പരിചയക്കാരിയാണ് പെൺകുട്ടിയുടെ അമ്മ. പരിചയം മുതലെടുത്ത് വീട്ടിൽ പല ദിവസങ്ങളിലായി വന്നിരുന്ന പ്രതി അമ്മയുടെ സാന്നിധ്യത്തിലും പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നതായി പരാതിയിൽ പറയുന്നു. വർക്കല ബീച്ചിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചിരുന്നതായി പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. പ്രതിയുടെ ശല്യം കൂടിയതോടെ അമ്മയുമായി വഴക്കുണ്ടാക്കി പെൺകുട്ടി അച്ഛന്റെ വീട്ടിലേക്ക് പോയി. എന്നാൽ കുട്ടി തിരികെ പോകാൻ തയ്യാറാകാതെ വന്നതോടെ അച്ഛൻ ജനപ്രതിനിധിയുടെ സഹായത്താൽ തിരുവനന്തപുരത്തെ പുനരധിവാസ കേന്ദ്രമായ സ്നേഹിതയിലെത്തിച്ചു. ഇവിടെ വെച്ച് പെൺകുട്ടിക്ക് നടത്തിയ കൗൺസിലിംഗിനിടെയാണ് പീഡന വിവരം പുറത്തറിയുന്നത്. സ്നേഹിതയിൽ നിന്ന് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കിളിമാനൂർ പോലീസ് കേസെടുത്തു. പെൺകുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് പ്രതി ബിജുവിനെ ഉടനടി കസ്റ്റഡിയിലെടുത്തു. വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റസമ്മതം നടത്തിയെന്നാണ് വിവരം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഒളിവിൽ കഴിയുന്ന പെൺകുട്ടിയുടെ അമ്മയെ കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണ്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പണയപ്പെടുത്തിയ സ്വർണം തിരികെ നൽകാത്തതിന് ധനകാര്യ സ്ഥാപന ഉടമയെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ച കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. BJ ഗ്രൂപ്പ് ഫിനാൻസ് ഉടമ വിഷ്ണുവിനെയാണ് പ്രതികൾ തട്ടിക്കൊണ്ടുപോയത്. സംഭവത്തിൽ സഹോദരങ്ങളായ ബിജിലാൽ, ഹരിലാൽ എന്നിവരാണ് ബാലരാമപുരം പോലീസിന്റെ പിടിയിലായത്.
വിഴിഞ്ഞം കന്നിന്നൂർ നട ആശാരിവിളാകം ലാൽ ഭവനിൽ സഹോദരങ്ങളായ ബിജുലാൽ, ഹരിലാൽ എന്നിവരാണ് കേസിൽ അറസ്റ്റിലായത്. കോട്ടുകൽ കോണത്തെ വിജയ് ഫിനാൻസ് ഉടമ വിഷ്ണുവിനെയാണ് വെള്ളിയാഴ്ച പുലർച്ചെ 12:30 പ്രതികളായ ബിജുലാലും ഹരിലാലും ചേർന്ന് തട്ടിക്കൊണ്ടുപോയത്. ബിജുലാൽ ചില സ്ഥാപനങ്ങളിൽ പണയപ്പെടുത്തിയിരുന്ന സ്വർണം കൂടുതൽ തുകയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ് വിഷ്ണു തന്റെ ധനകാര്യ സ്ഥാപനത്തിൽ പണയപ്പെടുത്തി രൂപ നൽകി. എന്നാൽ 1 വർഷത്തിനു ശേഷം പണയ സ്വർണം തിരികെ എടുക്കാൻ പോയ ബിജുലാലിന് വിഷ്ണു സ്വർണം നൽകാൻ തയ്യാറായിരുന്നില്ല. പലതവണ ഇതുമായി ബന്ധപ്പെട്ട് ബിജുലാൽ വിഷ്ണുവിന്റെ സ്ഥാപനത്തിലെത്തിയെങ്കിലും സ്വർണം തിരികെ നൽകാൻ തയ്യാറാകാത്ത വൈരാഗ്യമാണ് തട്ടിക്കൊണ്ടുപോകലിൽ കലാശിച്ചത്. സഹോദരങ്ങളായ ഇരുവരും ചേർന്ന് വിഷ്ണുവിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയി ഇവരുടെ വീടിന് സമീപത്തുള്ള ആളൊഴിഞ്ഞ വീട്ടിൽ തടവിൽ പാർപ്പിക്കുകയായിരുന്നു. വിഷ്ണുവിനെ കാണാനില്ലെന്ന് പറഞ്ഞ് ഭാര്യ ബാലരാമപുരം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ തടവിൽ പാർപ്പിച്ചിരിക്കുന്നതായി കണ്ടെത്തിയത്. തട്ടിക്കൊണ്ടുപോകൽ നടന്ന സാഹചര്യങ്ങളും പ്രതികളുടെ ഇടപെടലുകളും സംബന്ധിച്ച് വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. രാസലഹരി ശേഖരം കയ്യിലുണ്ടെന്ന വിവരത്തെ തുടർന്ന് പരിശോധനയ്ക്ക് എത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച വാർത്തയിലേക്കാണിനി. സംഭവം തിരുവനന്തപുരം ചിറയൻകീഴിലാണ്. 18 ഗ്രാം MDMA കണ്ടെടുത്ത സംഭവത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് സഹോദരങ്ങളും മാതാവും ചേർന്നാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ചിറയൻകീഴ് ശാർക്കര ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന 26-കാരൻ അഗാറസാണ് എക്സൈസിന്റെ പിടിയിലായത്. തിരുവനന്തപുരം എക്സൈസ് നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി എക്സൈസിന്റെ പിടിയിലായത്. ബന്ധുക്കൾ ചേർന്ന് എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും സാഹസികമായാണ് പ്രതിയെ കീഴ്പ്പെടുത്തിയത്. ഇയാളുടെ സഹോദരൻ, മാതാവ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. സിവിൽ എക്സൈസ് ഓഫീസർമാരായ ആരോമൽ രാജൻ, ശരൺ എന്നിവർക്ക് പരിക്കേറ്റു. തുടർന്ന് ഉദ്യോഗസ്ഥർ ചിറയൻകീഴ് ആശുപത്രിയിൽ ചികിത്സ തേടി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും ചിറയൻകീഴ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആറ്റിങ്ങൽ, ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി ക്രിമിനൽ കേസുകളും ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ കൈവശം വാണിജ്യാടിസ്ഥാനത്തിലുള്ള MDMA സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതിനും 100 ഗ്രാമിലധികം MDMA കൈവശം വച്ച കേസിലും ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കാപ്പ കേസിൽ ശിക്ഷ അനുഭവിച്ചിറങ്ങിയ ശേഷമാണ് വീണ്ടും ഈ അറസ്റ്റ്. എക്സൈസ് ഇൻസ്പെക്ടർ നിഷാദിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. അടുത്തിടെ വയനാട് കൽപ്പറ്റയിൽ നിന്ന് വൻ ലഹരിമരുന്ന് പിടികൂടി. വിൽപ്പനയ്ക്കായി കടത്തിയ 40 ഗ്രാം MDMAയുമായി കോഴിക്കോട് സ്വദേശിയായ യുവാവാണ് പിടിയിലായത്. 2 കാലുകളിലും ടേപ്പ് ചെയ്ത് ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി വസ്തുക്കൾ കടത്താൻ ശ്രമിച്ചത്. കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിലായിരുന്നു വൻ ലഹരിമരുന്ന് വേട്ട. സംശയാസ്പദമായി കണ്ട പ്രതിയെ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും കൽപ്പറ്റ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പിടികൂടിയത്. കോഴിക്കോട് താമരശ്ശേരി പൂനൂർ വേണാടിയിൽ വീട്ടിൽ റാസിക്കാണ് പിടിയിലായത്. ഇയാളുടെ 2 കാലുകളിലും ടേപ്പ് ചെയ്ത നിലയിലായിരുന്നു MDMA കണ്ടെത്തിയത്. കൽപ്പറ്റ ഇൻസ്പെക്ടർ SHO TP ദിനേശിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ NV ഹരീഷ് കുമാർ, K ശ്രീതു, V അനന്തു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അരുൺ രാജ്, സിവിൽ പോലീസ് ഓഫീസർമായ അരുൺ രവി, VV വിൽസൺ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. ഇതോടെ അതിർത്തി വഴിയുള്ള ലഹരിക്കടത്തിനെതിരെ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് പോലീസ്. സി മലയാളം ന്യൂസ്, വയനാട്. സദാചാര പോലീസ് ചമഞ്ഞ് യുവാവിനെയും യുവതിയെയും ആക്രമിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഗുണ്ട MDMAയുമായി പിടിയിലായി. ഗുണ്ട നേതാവ് തമ്പുരു വിഷ്ണു എന്ന കടനംകുളം മുണ്ടഞ്ചിറ സ്വദേശി വിഷ്ണുവിനെയാണ് തിരുവനന്തപുരം റൂറൽ ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. പോലീസ് ചമഞ്ഞ് യുവാവിനെയും യുവതിയെയും ആക്രമിച്ച കേസിൽ റിമാൻഡിലായിരുന്ന തമ്പുരു വിഷ്ണു ഈ അടുത്താണ് ജാമ്യത്തിലിറങ്ങിയത്. കാപ്പ കരുതൽ തടങ്കലിൽ നിന്ന് പുറത്തിറങ്ങിയ പ്രതിക്കെതിരെ 3 മാസത്തിനിടെ നിരവധി കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വീടിന് സമീപത്ത് നിന്നാണ് വിഷ്ണുവിനെ പിടികൂടിയത്. ഇയാളിൽ നിന്ന് 2.2 ഗ്രാം MDMAയും കണ്ടെടുത്തു. കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം MDMA കച്ചവടം നടത്തുന്നതായി വിവരം ലഭിച്ച ഡാൻസ് ഓഫ് സംഘം വീടിന് സമീപത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത്. തുടർന്ന് കഠിനംകുളം പോലീസിന് കൈമാറി. വധശ്രമം, പോലീസിനെ ആക്രമിക്കൽ തുടങ്ങി നിരവധി കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളയാളാണ് വിഷ്ണു. പ്രതിയെ ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. 4 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ നീതി ലഭിച്ച് കാർത്തിക് വസുദേവിന്റെ കുടുംബം. പ്രതിയായ റിച്ചാർഡ് എഡ്വിന് കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു.
2022 ഇന്ത്യൻ പൗരനായ കാർത്തിക് വാസുദേവിനെ ഇയാൾ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഏപ്രിൽ 7 കേസിനാസ്പദമായ സംഭവം. വൈകുന്നേരം 5 മണിയോടെ കാനഡയിലെ ടൊറന്റോയിലെ ഷെർബൂൺ സബ്വേ സ്റ്റേഷന് പുറത്തുവച്ചാണ് 21-കാരനായ കാർത്തിക് വാസുദേവ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. ഉത്തർപ്രദേശ് ഗാസിയാബാദ് സ്വദേശിയായ കാർത്തിക് ടൊറന്റോയിലെ സെനേക്ക കോളേജിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പഠനത്തിനായി 2022 ജനുവരിയിലാണ് കാനഡയിലെത്തിയത്. പാർട്ട് ടൈം ജോലിക്ക് പോകുന്ന വഴിയായിരുന്നു ആക്രമണം. കനേഡിയൻ പൗരനായ റിച്ചാർഡ് എഡ്വിനാണ് പ്രതി. പ്രകോപനമില്ലാതെ ഒന്നിലധികം തവണ ഇയാൾ കാർത്തിക്കിന് നേരെ വെടിയുതിർത്തെന്നാണ് പോലീസ് റിപ്പോർട്ട്. ആക്രമണത്തിന് പിന്നാലെ കാർത്തികിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. കാർത്തികിനെ കൊലപ്പെടുത്തിയതിന് 2 ദിവസത്തിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ 9-ന് എലിജ എലസാർ മഹിപതി എന്ന 35 വയസ്സുകാരനെയും എഡ്വിൻ സമാന രീതിയിൽ വെടിവെച്ച് കൊന്നിരുന്നു. 4 വർഷത്തോളം നീണ്ട നിയമപോരാട്ടത്തിനൊടുവിലാണ് കുടുംബത്തിന് ഇപ്പോൾ ആശ്വാസമായ വിധിയുണ്ടായത്. പ്രതി റിച്ചാർഡ് എഡ്വിനെ 2 ഫസ്റ്റ് ഡിഗ്രി കൊലപാതകങ്ങൾക്കും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി ജീവപര്യന്തം തടവ് വിധിച്ചു. ടൊറന്റോയിലെ സുപ്പീരിയർ കോർട്ട് ജസ്റ്റിസ് ജെയിൻ കെല്ലിയാണ് കേസിലെ വിധി പ്രസ്താവിച്ചത്. 25 വർഷത്തേക്ക് ഇയാൾക്ക് പരോളിന് അപേക്ഷിക്കാൻ അർഹതയുണ്ടാവില്ല. പ്രതിക്ക് സ്കിസോഫ്രീനിയ ഉണ്ടെന്നും അതിനാൽ ക്രിമിനൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചിരുന്നു. എന്നാൽ ഈ കൊലപാതകങ്ങൾ കൃത്യമായ പ്ലാനിങ്ങോടും മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരവുമാണ് നടന്നതെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രതിയുടെ പെരുമാറ്റം യുക്തിസഹജവും ചിട്ടയുള്ളതുമായിരുന്നു എന്ന് ജസ്റ്റിസ് കെല്ലി വിധിന്യായത്തിൽ വ്യക്തമാക്കി. ആക്രമണത്തിന് മുൻപ് തോക്കുയുദ്ധത്തിൽ എങ്ങനെ വിജയിക്കാം, ശരീരത്തിലെ മാരകമായ അവയവങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ പ്രതി ഇന്റർനെറ്റ് വഴി സെർച്ച് ചെയ്തിരുന്നു. നീണ്ട നിയമപോരാട്ടത്തിനൊടുവിൽ നീതി ലഭിച്ചെന്നാണ് വിധിക്ക് ശേഷം കാർത്തിക്കിന്റെ കുടുംബം പ്രതികരിച്ചത്. ഈ വിധി തങ്ങൾക്ക് വലിയ ആശ്വാസമാണെന്നും എന്നാൽ തങ്ങളുടെ നഷ്ടം നികത്താനാവില്ലെന്നുമാണ് കുടുംബം വ്യക്തമാക്കിയത്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് BDS 1-ാം വർഷ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ലോൺ ആപ്പ് ഉടമയ്ക്കായി അന്വേഷണം ഊർജിതം. കേസിലെ പ്രധാന പ്രതിയായ കമ്പനി ഉടമ എവിടെയാണെന്ന് അറിയില്ലെന്നാണ് പിടിയിലായവർ നൽകിയ മൊഴി. എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പ് പോലെ തുടങ്ങിയ ലോൺ ആപ്പ് കേന്ദ്രം IT പാർക്കിന് സമാനമായി പ്രവർത്തിച്ചു എന്നത് പരിശോധിക്കാം. ലോൺ ആപ്പായ ഇൻസ്റ്റന്റ് ഫണ്ട്സ് നടത്തുന്ന ഇടപാടുകളെക്കുറിച്ച് നോയിഡ പോലീസിന് ഒരറിവുമില്ലെന്നാണ് കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് വ്യക്തമാക്കിയത്. പ്രതികളെ അറസ്റ്റ് ചെയ്യാനെത്തിയപ്പോഴാണ് തട്ടിപ്പു സംഘത്തെക്കുറിച്ച് നോയിഡ പോലീസ് അറിയുന്നത്. അറസ്റ്റിലായ പ്രതികൾക്കും സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങളൊന്നുമില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇൻസ്റ്റന്റ് ഫണ്ട്സിന് സ്കൂൾ ഉൾപ്പെടെ 7 സ്വകാര്യ സ്ഥാപനങ്ങളുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ലോൺ ആപ്പ് കേന്ദ്രത്തിൽ ദിനംപ്രതി നടക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ പണമിടപാടാണ്. സൈബർ ക്രൈം പോലീസ് സംഘം ലോൺ ആപ്പ് സ്ഥാപനത്തിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ദിവസവും 250-ലധികം ബാങ്ക് പണമിടപാട് നടക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. 10 ദിവസത്തെ ബാങ്ക് രേഖകൾ പരിശോധിച്ചപ്പോൾ തന്നെ കോടികളുടെ പണമിടപാട് നടന്നതായി കണ്ടെത്തി. പാവപ്പെട്ടവരെ ലക്ഷ്യമാക്കിയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. 5,000 മുതൽ 30,000 രൂപ വരെയാണ് ലോൺ ആപ്പ് വഴി വായ്പ നൽകുന്നത്. 40% പലിശ. പണം നൽകുന്നതിന് മുന്നോടിയായി സംഘം ഒരു കരാർ നൽകും. ഇത് അംഗീകരിക്കുന്നതോടെ മൊബൈൽ ഫോണിലെ മുഴുവൻ വ്യക്തിഗത വിവരങ്ങളും ഫോട്ടോ ഉൾപ്പെടെയും പങ്കുവയ്ക്കും. പ്രതികളെ പിടികൂടുന്ന സമയത്ത് നടത്തിയ അന്വേഷണത്തിൽ ഇവിടുത്തെ സജ്ജീകരണങ്ങൾ കണ്ട് പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരുന്നു. സ്റ്റാർട്ടപ്പ് പോലെ തുടങ്ങിയ ലോൺ ആപ്പ് കേന്ദ്രം IT പാർക്കിന് സമാനമായാണ് നോയിഡയിൽ പ്രവർത്തിച്ചു വന്നത്. ഒട്ടേറെ പേർ ഒന്നിച്ചിരുന്ന് ജോലി ചെയ്യുന്നു. ലോണുകൾ നൽകുകയും പണമടയ്ക്കാൻ കാലതാമസം വന്നാൽ ലോൺ എടുത്തവരെയും അവരുമായി ബന്ധമുള്ളവരെയും വിളിച്ച് നിരന്തരം ഉപദ്രവിക്കുന്നു. ഇതെല്ലാം നടത്തിയത് ഇതേ കേന്ദ്രത്തിൽ നിന്ന് തന്നെ. ആധുനിക സാങ്കേതിക സംവിധാനങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തിയാണ് ലോൺ ആപ്പ് കേന്ദ്രം പ്രവർത്തിച്ചു വന്നിരുന്നത്. സാധാരണ മൊബൈൽ ഫോണുകൾ വഴിയല്ല ഇവർ ആളുകളുമായി ബന്ധപ്പെട്ടത്. സിം ബോക്സ് സംവിധാനത്തിലായിരുന്നു പ്രവർത്തനം. ഫോൺ നമ്പർ എളുപ്പത്തിൽ കണ്ടെത്താനാകാത്ത രീതിയിലാണ് ഈ സംവിധാനം സജ്ജീകരിച്ചത്. രാജ്യാന്തര കോളുകളെ ലോക്കൽ കോളുമായി മാറ്റാവുന്ന രീതിയിലായിരുന്നു സംവിധാനം. അന്വേഷണത്തിൽ ഏകദേശം 30ഓളം സിമ്മുകളാണ് കണ്ടെത്തിയത്. 15,000 രൂപയാണ് നിതിൻ രാജ് വായ്പ എടുത്തത്. നിരവധി തവണ ലോൺ തിരിച്ചടച്ചെങ്കിലും ഇനിയും 39,000 രൂപ ബാക്കിയുണ്ടെന്നാണ് ലോൺ ആപ്പ് രേഖകൾ വ്യക്തമാക്കുന്നത്. സീ മലയാളം ന്യൂസ്, കണ്ണൂർ. ലോൺ ആപ്പ് സംഘങ്ങൾ സംസ്ഥാനത്തുണ്ടാക്കുന്ന പുകില് ചെറുതൊന്നുമല്ല. ഒരു ഈടുമില്ലാതെ, ബാങ്കിംഗ് നൂലാമാലകളില്ലാതെ ഒരൊറ്റ ക്ലിക്കിൽ പണം അക്കൗണ്ടിലെത്തുന്ന ലോൺ ആപ്പുകൾ ഒടുവിൽ ജീവിതം പോലും തകർത്തു കളയുന്നതാണ്. തിരിച്ചടവ് തെറ്റിയാൽ ഇടതടവില്ലാതെ ഭീഷണിയും മോർഫ് ചെയ്ത നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിക്കലും അങ്ങനെ വലിയൊരു അപകടമാണ് ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത്. ലോൺ ആപ്പ് സംഘത്തിന്റെ കെണിയിൽ പെടരുതെന്നും
അബദ്ധത്തിൽപ്പെട്ടാൽ ഉടനടി സൈബർ പോലീസിന്റെ സഹായം തേടണമെന്നും വിശദീകരിക്കുകയാണ് ADGP S. ശ്രീജിത്ത്. വായ്പാ ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പോലീസിന്റെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളും പരിശോധിക്കാം ജൂറിസിൽ. 15,115 പരാതികൾ കഴിഞ്ഞ് 3 വർഷമായിട്ട് കിട്ടിയതിനകത്ത് 284 മാത്രമേ FIR ആയിട്ടുള്ളൂ. ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു ക്യാച്ച് എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈട് വേണ്ട എന്നാണ് ഇവർ പറയുന്നത്. മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വകാര്യതയും നമ്മുടെ പേഴ്സണൽ സ്പേസുമാണ് അവിടെ ഈടെന്ന് പറയുന്നത്. അത് പണയം വെച്ചിട്ടാണ് ഇവർ ഈ പൈസ മേടിക്കുന്നത്, പൈസ കൊടുക്കുന്നത്. അപ്പോൾ അത് സാധാരണഗതിയിലുള്ള ഈട് ഒരെണ്ണം വെച്ച് നമ്മളൊരു ഭൂമി വെച്ചാൽ ആ ഭൂമി മാത്രമേ പോകുള്ളൂ. ഇത് നമ്മുടെ സർവസ്വം നശിപ്പിക്കത്തക്ക രീതിയിൽ ഉള്ള വിവരങ്ങൾ നമ്മൾ തന്നെ അറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കാതെ എല്ലാ പെർമിഷൻസും കൊടുത്തുകൊണ്ടാണ് ഈ ആപ്പുകൾ സജീവമാകുന്നത്. അപ്പോൾ അതിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കേണ്ടത് അതിനുള്ള ഒരു ആർജവം ജനങ്ങൾ കാണിക്കണം. ഇനി എന്തെങ്കിലും കാരണവശാൽ ഇതിൽ പോയി പെട്ടുപോയാൽ പൂർണ്ണമായും പോലീസോട് സഹകരിക്കണം. നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുള്ള എല്ലാ കേസുകളിലും നമുക്ക് സമയം എടുക്കുമെങ്കിലും നമുക്ക് പരിപൂർണ്ണ വിജയം തന്നെ ഉണ്ടാകുന്നത്. ഈ ആൾക്കാരുടെ സ്വകാര്യത പോലും നമുക്ക് സംരക്ഷിക്കാൻ ഒരു പരിധിവരെ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പെടാതിരിക്കുക, പെട്ടുപോയി കഴിഞ്ഞാൽ പോലീസിനെ പൂർണ്ണമായി ആശ്രയിക്കുക. അല്ലാതെ ഇതിനിടയിൽ അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് സെറ്റിൽ ചെയ്യാൻ പറ്റും, കുറേ കാശ് കൊടുത്ത് തീർക്കാൻ പറ്റും എന്നുള്ള ധാരണ വേണ്ട. 2, നമുക്ക് പരിചിതമല്ലാത്ത മേഖലകളിൽ നിന്ന് വരുന്ന ആപ്പുകൾ, നമ്മളിപ്പോൾ പ്ലേ സ്റ്റോർ, ആൻഡ്രോയിഡിന് പ്ലേ സ്റ്റോർ, ആപ്പിളാണ് ആപ്പ് സ്റ്റോർ, ഇതിൽ നിന്നുമുള്ള ഫോർമലായിട്ടുള്ള ആപ്പുകളല്ലാതെ വേറെ ഒന്നും നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കരുത്. അതിനകത്ത് പലതരത്തിലുള്ള മാൽവെയറുകൾ നമ്മളുടെ എന്തോ ആയിക്കോട്ടെ, നമുക്ക് അത്രയും ഉറപ്പുള്ളതാണെങ്കിൽ നമ്മളത് ചെയ്യാവും. അങ്ങനെ അത് ഉറപ്പ് ബോധ്യപ്പെടാനായിട്ട് നിവൃത്തിയിലെ പോലീസിനെ സമീപിക്കാം. പലപ്പോഴും സിംബോക്സ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ തെറ്റ് കാണിക്കുന്നത്, ഈ കള്ളം കാണിക്കുന്നത്. അതിന് വലിയ ശിക്ഷ, 7 വർഷത്തിൽ കൂടുതൽ ശിക്ഷയുള്ള ഗ്രേവ് ക്രൈമാണ് ആ ഒഫൻസ്. പക്ഷെ ഇത് പലപ്പോഴും ആൾക്കാരറിയാതെ അവർക്ക് നോർമലായിട്ടുള്ള നമ്പറിൽ നിന്ന് കോൾ വരുന്നത് പോലെ കാണുകയും അതിന് അവർ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും. അതിനകത്ത് പിന്നെ മറ്റ് സാധനങ്ങളെല്ലാം അവർ OTP വരെ ഷെയർ ചെയ്യുന്ന സാഹചര്യം വരും. അനധികൃതമായി വരുന്ന ആപ്പുകളായാലും ഒരു ക്രമം വിട്ടുള്ള ലാഭം, ആരും വെറുതെ ലാഭം തരാനിരിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവോടുകൂടി നമ്മൾ മുമ്പോട്ട് പോകണം. അതിനകത്ത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കോൺടാക്ട്സും നമ്മുടെ വാട്സാപ്പും നമ്മുടെ ഫോട്ടോസും എല്ലാം നമ്മൾ അടിയറ വയ്ക്കുകയാണ്. അപ്പം അങ്ങനെ അടിയറ വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു ഫാമിലി ഫോട്ടോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനുണ്ടെങ്കിൽ അവരെ പിന്നീട് മോർഫ് ചെയ്യിച്ച് നമുക്ക് പുറത്ത് മിണ്ടാൻ പറ്റാത്ത രീതിയിലുള്ള പല രീതിയിലാകുകയും അത് വന്നു കഴിയുമ്പോൾ പിന്നെ അതിൽ നിന്ന് പുറത്ത് കിടക്കാനാവാതെ പലായനം ചെയ്യാനോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനോ ഒക്കെ ശ്രമിക്കുന്നത് ബാലിശമാണ്, മൂഢത്വമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്ന് എത്തിപ്പെട്ടു പോയാൽ ഞങ്ങൾ നിങ്ങളുടെ കൈപിടിക്കാൻ സദാ ജാഗരൂകരായിട്ട് കൂടെയുണ്ട്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, വലിയ സോഫ്റ്റ്വെയർ ഫേം എന്നൊക്കെയുള്ള നിലയിൽ 10-40 പേരെയൊക്കെ വെച്ചു ആണ് പലയിടത്തും ഇവർ ജോലി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൾക്കാർ ചെന്ന് ഈ കേസുകൾ പിടിക്കുമ്പോഴാണ് പലതും അറിയുന്നത്. ഇപ്പോൾ 186ഓളം ഇങ്ങനത്തെ ആപ്പുകൾ കേരളത്തിൽ നമ്മൾ തകർത്ത് കഴിഞ്ഞു. ഇത് കൂടാതെ അഖിലേന്ത്യാ തലത്തിൽ 1837ഓളം ആപ്പുകൾ വേറെയും തകർത്തിട്ടുണ്ട്. 5000 ചില വെബ്സൈറ്റുകൾ ഇങ്ങനെയുള്ളത് കണ്ടുപിടിച്ച് ഇല്ലാതാക്കിയിട്ടുണ്ട്. അതെ, 70 കോടി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇവരുടെ ഒരു വ്യാപനത്തിൻ്റെ തോത് നോക്കുമ്പോൾ കേരളം സംരക്ഷിതമാണെന്ന് വേണം പറയാൻ. 193 ഒക്കെ അവർക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിന് വേണ്ടിയിട്ട്. അതുകൂടാതെ ഞങ്ങൾ 24 hours പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂം ഇതിനു വേണ്ടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളെപ്പോഴും ഏത് സമയത്തും ഞങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് ആൾക്കാർ തയ്യാറായിരിക്കുകയാണ്. അവരാണ് കൂടുതൽ. ഞാനതിൻ്റെ ശതമാനക്കണക്ക് വേണമെങ്കിൽ തരാം. 32% ഈ സ്വകാര്യ സ്ഥാപന ആൾക്കാരും, പിന്നെ വീട്ടമ്മമാർ 21%. അപ്പം അത് അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രൊഫൈൽ നോക്കിയിട്ട് പണം ആവശ്യമുണ്ടാവും എന്നുള്ള കരുതലോടുകൂടി അവരെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആൾക്കാരെ ഇരുത്തി ആൾക്കാരുടെ പ്രൊഫൈലുകൾ മോണിറ്റർ ചെയ്യുക, അവരുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി മോണിറ്റർ ചെയ്യുക, ഇതെല്ലാം ചെയ്തിട്ടാണ് ഇവർ വിളികൾ നടത്തുന്നത്. എല്ലാവരും അവർ ഒരുപോലെ വിളിക്കുന്നില്ല. പിന്നെ ആദ്യം തന്നെ ലോൺ വേണമെന്ന് വെച്ചാൽ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. വലിയൊരു ലോബി എന്ന് മാത്രമല്ല, അതിനകത്തൊരു വളരെ കേന്ദ്രീകൃത സ്വഭാവത്തോടുകൂടി ഇരുന്ന് 10-50 പേരെ ജോലിക്ക് വെച്ച് ഈ പണി ചെയ്യുകയും പുറത്തുനിന്ന് കാണുമ്പോൾ നല്ലൊരു സോഫ്റ്റ്വെയർ ഫേമൊക്കെ ആയിട്ട് തോന്നും. ഇപ്പോൾ ഗാസിയാബാദിൽ നമ്മൾ പിടിച്ചു, ഗുർഗാവിൽ പിടിച്ചു, ഹൈദരാബാദിൽ പിടിച്ചു, അങ്ങനെ പല സ്ഥലത്തും പോകുമ്പോൾ വലിയ സ്ഥാപനമായിട്ടാണ് കാണുമ്പോൾ ഒരു വലിയ സോഫ്റ്റ്വെയർ ഫേം, ഒരു സ്റ്റാർട്ടപ്പ് എന്നൊക്കെയുള്ള രീതിയിലാണ് അവർ ചെയ്യുന്ന പണി. ഇതായിരിക്കും അല്ല, വലിയ ശിക്ഷയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 7 വർഷത്തിൽ കൂടുതൽ ശിക്ഷയുള്ള ഗ്രേവ് ക്രൈം തന്നെയാണ് ഇതെല്ലാം.
അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മുമ്പോട്ട് വന്ന് ഇവരെ പിടിക്കപ്പെടാനും അതിൽ നിന്ന് പണം തിരിച്ച് റിക്കവർ ചെയ്തെടുക്കാനുമുള്ള അധ്വാനമാണ് വലിയ അധ്വാനം എന്ന് പറയുന്നത്. അല്ല, തടസ്സമൊന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞ കാര്യം നമ്മളോട് കൃത്യസമയത്ത് സഹകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പറ്റിയ ഉടനെ തന്നെ പോലീസിനെ അറിയിച്ച് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അവർക്ക് പലപ്പോഴും ഭയപ്പാട് വരുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസിനെ വിശ്വസിക്കാമോ എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് വേറെ വിശ്വസിക്കാൻ ഈ നാട്ടിലാരും ഇല്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. അപ്പോൾ അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അതിൽ മേൽക്കുമേൽ ഉദ്യോഗസ്ഥന്മാരിരിപ്പുണ്ട് പോലീസിൽ. അപ്പോൾ അവർ വഴി എല്ലായ്പ്പോഴും പരിഹാരം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതിന് ഒരു തർക്കമില്ല. പക്ഷേ ഇവരുമായിട്ട് മുമ്പോട്ട് പോയാൽ ഇവർ യഥാർത്ഥത്തിൽ വളരെ ക്രിമിനൽ സ്വഭാവമുള്ള പണം ഏത് രീതിയിലും തട്ടിക്കൊണ്ടു പോകുന്നതിൽ തെറ്റില്ല എന്ന് കരുതുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. അങ്ങനെയുള്ളവരടുത്ത് ഒരിക്കലും നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്ത് മാത്രം നിങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കഴിയുന്നത് ഇത്തരം കാര്യത്തിൽ പെടാതിരിക്കാൻ നോക്കുക. പെട്ടു കഴിഞ്ഞാൽ പൂർണ്ണമായും പോലീസിനെ ആശ്രയിക്കുക. ഇപ്പോൾ ഏറ്റവും പുതിയത് മറ്റേ ഒരു ഫോണിൻ്റെ അതങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലും ജാഗ്രത വേണം. അത് ഏത് ആപ്പാണ്, അതിൻ്റെ സെക്യൂരിറ്റി എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഇതിലിപ്പോൾ AI ഉള്ളത് കൊണ്ട് നമുക്ക് ആരെയും കൊണ്ടുവന്ന് ഇവിടെയും പ്രതിഷ്ഠിപ്പിക്കാം. അതെ സാധിക്കും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ചതിക്കുഴികളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്നുള്ള ബോധത്തോടുകൂടി മാത്രം ഇൻ്റർനെറ്റ് ഉപയോഗം പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.